ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ അക്ഷയുടെ നാട്ടിലേക്കാണ്. അക്ഷയുടെ നാട്ടിൽ ഇന്നൊരു ഗാനമേള നടക്കുന്നുണ്ട്. അക്ഷയുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്ലബ്ബായ കൈരളി ക്ലബിൻ്റെ വാർഷികമാണ്. വാർഷികത്തിന് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നറായ വിവേകാനന്ദൻ നയിക്കുന്ന ഗാനമേളയാണ്. ഗാനമേളയുടെ കാര്യം പറഞ്ഞ ഉടനെ വിബി പറഞ്ഞു, എൻ്റെ സുഹൃത്ത് വിബി പറഞ്ഞു ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അനിയൻ വരുന്നുണ്ട് പറഞ്ഞു. അനിയനെയും കൂട്ടി, വിബീനെയും കൂട്ടി, അദ്രീനെയും കൂട്ടി, അക്ഷയനെയും കൂട്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് അക്ഷയുടെ നാട്ടിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങൾ 4:15 തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറിൻ്റെ ദൂരമുണ്ട് അക്ഷയുടെ നാട്ടിലേക്ക്. അക്ഷയുടെ നാട് പടിയൂരാണ്. പിന്നെ നമ്മൾ നേരത്തെ പുറപ്പെട്ടത് അക്ഷയുടെ വീട്ടിലേക്ക് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരെയും കണ്ട് കുറച്ച് സമയം എല്ലാവരോടും സംസാരിച്ചിരിക്കാമെന്ന് വെച്ചിട്ടാണ് നേരത്തെ പുറപ്പെട്ടത്. അതിൽ വണ്ടി കയറിയ ഉടനെ ഫുൾ ചിരിയും കളിയൊക്കെയാണ്. ആൾ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഫുൾ ഹാപ്പിയാണ്. അവന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് കാര്യമൊന്നുമില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരാളാണ് എൻ്റെ ഫ്രണ്ട് ബിബി. അവനാണ് വണ്ടി എടുക്കുന്നത്. എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് മുതലേ പരിചയമുള്ള ഒരാളാണ്. ഇന്നും ആ ബന്ധം നിലനിർത്തുന്നുണ്ട് നമ്മൾ തമ്മിൽ. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. ഞാൻ ഈ ഗാനമേളേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന ഒരാളാണ് ബിബി. പിന്നെ പരിചയപ്പെടുത്താനുള്ളത് എൻ്റെ അനിയൻ ഹരിത്താണ്. ഹരിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ എന്ന് പറയാം. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ അതെന്നും ഒരു പോസിറ്റീവായിരിക്കും. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരിക്കും. അക്ഷയ ഫുള്ള് ഹാപ്പിയാണ്. അക്ഷയൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അച്ഛനും അമ്മേനെയും കാണാം, അക്ഷയൻ്റെ അമ്മമ്മേനെ കാണാം, എല്ലാവരെയും കാണാനുള്ളൊരു ദിവസം കൂടിയാണ്. അത്രയും ഹാപ്പിയാണ്. അവൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം അവനും ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അക്ഷയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. പെരുമണ്ണ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടുള്ള ഒരു സ്ഥലമാണ്. 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നടുവിൽ കൂടിയുള്ള റോഡും ഭയങ്കര പോസിറ്റീവാണ്. നല്ല വൈബാണ് ഈ സ്ഥലം. ഈ സ്ഥലമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പടിയൂർ എത്തുന്നതിനെക്കാട്ടി മുന്നിലൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലമാണ് പൂവം. അതാണിത്. പിന്നെ റോഡിൻ്റെ 2 വശങ്ങളിലും പിന്നെ പുഴയാണ്. ഇത് പഴശ്ശി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് അക്ഷയ് ഞാൻ ആ പരസ്പരം നാടിനെ ചൊല്ലി തമാശയൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അക്ഷയുടെ നാട്ടിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സ്ഥലവും ഈ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ ദൂരം ഉള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ പോവുകയാണെങ്കിൽ ഒരു ടൂർ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടുക. ഞങ്ങളങ്ങനെ പടിയൂർ ടൗണിലെത്തി. ഇവിടെ നിന്ന് നേരെ പോയി അക്ഷയുടെ വീട്ടിലെത്തും. അങ്ങനെ ഞങ്ങൾ അക്ഷയുടെ വീട്ടിലെത്തി. അദ്രീന അക്ഷയൻ്റെ അച്ഛനെ എടുത്ത് വരുന്നുണ്ട്. ഹരിത്ത്, വിബി എല്ലാവരും വരുന്നുണ്ട്. ഞാൻ ആദ്യമേ എത്തി. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അത് അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓരോ സ്ഥലമൊക്കെ കണ്ടിട്ട് കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇതാണ് അക്ഷയുടെ വീട്. അക്ഷയനെ ഞാൻ കാണിച്ചു തരാം. അക്ഷയ എന്താ ചെയ്യുന്നത്. സേതുരാമയ്യർ സേവി നടന്നു വന്നു അല്ലെ, ഹരിത്ത് നടന്നു പോകുന്നുണ്ട്. പുറകെ തന്നെ വിപിൻ പോകുന്നുണ്ട്. പുറകിൽ അദ്രീനെ എടുത്തുകൊണ്ട് അച്ഛനും വരുന്നുണ്ട്. അമ്മയും അച്ഛനും കൂടി ആരോ നോക്കുന്നുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, ആരോ പോകുമ്പോൾ നോക്കിയതാണ്. എല്ലാവരും വീട്ടിലേക്ക് എൻ്റർ ചെയ്തു. ഇതാ ഊഞ്ഞാലിൽ ആടുന്ന ആളെ കണ്ടോളൂ. വീട്ടിലെത്തിയ ഉടനെ ഫസ്റ്റ് പോയിരിക്കുന്നത് അവളുടെ ഫേവറേറ്റ് പ്ലേസായ ഈ ഊഞ്ഞാലാണ്. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നുണ്ട്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അദ്രീന അമ്മയെടുത്ത് നടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അക്ഷയുടെ വീടിൻ്റെ അടുത്തുള്ള തോടാണിത്. ഇവിടെ നിറച്ചും വെള്ളം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ചില ആളുകൾക്കെങ്കിലും ഈ ഒരു സ്ഥലം എന്തായാലും ഓർമ്മയുണ്ടാവും. കാരണം ഞാൻ ഇൻസ്റ്റയിലിടുന്ന പല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അശ്വൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു, പിന്നെ വീട്ടിലുള്ള റൂണി നായ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പുറകു വശത്തുള്ള വിറക് വരയിലേക്ക് ഓടി. അവിടെ നിന്ന് പട്ടിക്കുഞ്ഞിനെ എടുത്തു. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള കുഞ്ഞു പട്ടിക്കുഞ്ഞ്, ഭയങ്കര ക്യൂട്ടാണ്. ഞങ്ങളെല്ലാവരും എടുത്തു അവനെ. ഞങ്ങൾ എടുക്കുമ്പോഴും റോണി ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ പട്ടി മാത്രമല്ല കേട്ടോ, കോഴികളൊക്കെ ഉണ്ട്. ചെറിയ കൂടൊക്കെ ആക്കിയിട്ട് വീടിൻ്റെ പുറകുവശത്താണ്. അക്ഷയ ശരിക്കും ഒരു ഡോഗ് ലവർ തന്നെയാണ്. അവൾക്ക് പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അക്ഷയ് കുറേ നിർബന്ധിച്ചപ്പോൾ ഞാൻ എടുത്തു. എനിക്ക് ചെറിയ പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുക്കുമ്പോൾ എന്തോ ഒരു പോലെയാണ്. അക്ഷയ് കുറേ സമയം പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുത്തു കളിപ്പിക്കുകയും ചെയ്തു. അക്ഷയ് കുറേ കളിപ്പിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ റോണി അക്ഷയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അക്ഷയൻ്റെ വീട്ടിലെ മേശപ്പുറത്ത് കണ്ട ഫോട്ടോ ആണ്. എല്ലാവരും വിചാരിക്കും ഇത് അദ്രീൻ്റെ ഫോട്ടോ ആണ്, കാണാൻ അദ്രീനൊപ്പം തന്നെയുണ്ട്. പക്ഷേ അക്ഷയൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണിത്. ഇപ്പോൾ സമയം ഒരു 7 മണിയായി. എല്ലാവരും ഗാനമേളയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്രി ആ സമയം അമ്മേനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് മുറ്റത്തോടെ നടക്കുന്നുണ്ട്. ഫോൺ കൊടുക്കുന്നേ ഇല്ല. ഞങ്ങളെല്ലാവരും വരുന്നത് പ്രമാണിച്ച് വീട്ടിൽ കുറേ പലഹാരങ്ങളും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ക്ഷീണത്തിലാണുള്ളത്. അക്ഷയ് ക്ഷീണം കൊണ്ടോന്ന് അറിയില്ല, ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മമ്മയും ബിബിയും ഹരിത്തും ഞാനും അക്ഷയും അദ്രിയും ഒക്കെ ഉണ്ട്. അക്ഷയുടെ അനിയനും അച്ഛനും കുറച്ച് മുന്നേ പോയി. അവരൊക്കെ പിന്നെ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഗാനമേള നടക്കുന്ന സ്ഥലത്തെത്തി. അക്ഷയുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ചെറിയൊരു ഗാനമേളയല്ല എന്ന്. കാരണം ഇവിടെ 1800 മേലെ കസേര ഇട്ടിട്ടുണ്ടെന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത്. ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ വിവേകാനന്ദൻ നയിക്കുന്ന ഗാനമേളയാണ്. ആദ്യം തന്നെ വിവേകാനന്ദൻ്റെ ക്ലാസിക്കൽ സോങ്ങോട് കൂടി ഗാനമേള ആരംഭിച്ചു. ഇവരുടെ ട്രൂപ്പിൻ്റെ പേര് ട്രാക്സ് എന്നാണ്. ട്രാക്സ് തിരുവനന്തപുരം എന്നാണ്. ഗാനമേള കാണാൻ നിറയെ ആളുകളുണ്ടായിരുന്നു. ഈ കസേരയിൽ ഇരുന്ന ആളെക്കാട്ടിയും കൂടുതൽ ആൾക്കാരായിരുന്നു 2 സൈഡിലുണ്ടായത്. ഏകദേശം 2500 മേലെ ആളുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോപ്പറും പിന്നെ സ്റ്റേജിലെ ലൈറ്റും ഭയങ്കര എല്ലാം അടിപൊളിയായിരുന്നു. ഓർക്കസ്ട്രയും ലൈറ്റും പോപ്പറും പിന്നെ എല്ലാം കൂടി അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ കിട്ടിയത്. രണ്ടാമത്തെ സോങ് പാടിയത് കീർത്തന ശബരീഷ് ആയിരുന്നു. അടിപൊളി സോങ് ആയിരുന്നു. അങ്ങനെ എല്ലാ ആൾക്കാരുടെയും പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. ഓരോ ഗായികമാരും പാടിക്കൊണ്ടിരുന്നു. എല്ലാവരും പേര് ഞാൻ മറന്നുപോയി, അതാണ് ഓരോ ആൾക്കാരുടെ പേര് ഞാൻ പറയാത്തത്. പക്ഷേ എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാ സോങ്സും ഉണ്ടായിരുന്നു. മെലഡി ഉണ്ടായിരുന്നു, ഫാസ്റ്റ് സോങ്സ് ഉണ്ടായിരുന്നു, പിന്നെ എല്ലാതരം സോങ്ങും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ടത് ഇവരുടെ ഓർക്കസ്ട്രയും ഈ സ്റ്റേജിലെ ലൈറ്റും എല്ലായിരുന്നു. DJ പോലെയുള്ള ലൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഓർക്കസ്ട്രയും ഈ ലൈറ്റും ഒക്കെ ട്രാക്സിൻ്റെയാണ്, അവരെ സെറ്റപ്പ് എല്ലാം അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു ഗാനമേള കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നല്ലൊരു ഓർക്കസ്ട്ര വേണം. നല്ല ലൈറ്റും DJ പോലുള്ള ലൈറ്റും ഒക്കെ ഉണ്ടാകാൻ മാത്രമാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഈ മുടി വെച്ചൊരു ഏട്ടൻ ഉണ്ടായിരുന്നു, അതിങ്ങനെ മുടി പുറകിൽ കെട്ടിയ ഏട്ടൻ. അയാൾ അടിപൊളിയായിട്ട് നല്ല ഫാസ്റ്റ് സോങ്സൊക്കെ പാടുന്നുണ്ടായിരുന്നു. കാണികളൊക്കെ അയാളുടെ പാട്ടിന് കൈയടിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ ഗാനമേള അവസാനിച്ചു. അതിനുശേഷം ചെറിയൊരു വെടിക്കെട്ടുണ്ടായിരുന്നു. വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. കുറേ സമയം വെടിക്കെട്ട് നോക്കിയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പ്. ഞാനൊരു സമ്മാന കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഹരിത്തിൻ്റെ കയ്യിലാണ് സമ്മാന കൂപ്പൺ ഉള്ളത്. അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അനൗൺസ്മെൻറ്റ് വന്നു തുടങ്ങി. നോക്കാം നമുക്ക് അടിക്കോ ഇല്ലയോ. മൂന്നാം സമ്മാനം ഇയർപോഡ്. 1, 3, 5, 2 13. അടുത്ത സമ്മാനം. ഒരു നമ്പറിന് എനിക്ക് സമ്മാനം നഷ്ടമായി. 1351 എൻ്റെ നമ്പർ. 1352 പ്രൈസ് അടിച്ചത്. ഒരു നമ്പറിന് പോയ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഗ്യമില്ല. ഗാനമേളയൊക്കെ കഴിഞ്ഞ് നേരെ അക്ഷയൻ്റെ വീട്ടിലേക്ക് പോയി. നല്ല ഗ്രാൻഡ് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 12:30 അക്ഷയൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു എൻ്റെ വീട്ടിലേക്ക് മടങ്ങിയാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ എടുക്കണം എൻ്റെ വീട്ടിലെത്താൻ. ആർക്കും ഒരു ക്ഷീണമില്ല, ആർക്കും ഒരു ഉറക്കം ഒന്നും വന്നില്ല. എല്ലാവരും കാറിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും ഇങ്ങനെ കഥ പറച്ചിലും ഒക്കെയാണ്. എല്ലാവർക്കും സംസാരിക്കാനുണ്ടായിരുന്നത് ആ സമ്മാന കൂപ്പണിൻ്റെ കഥയായിരുന്നു. ഒരു നമ്പർ നഷ്ടപ്പെട്ട സമ്മാന കൂപ്പണിനെ കുറിച്ച്. അപ്പോൾ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യം അടുത്ത് തന്നെയുണ്ട്, വേഗം ഒരു ലോട്ടറി എടുക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ കൂടെ വന്ന ആരെങ്കിലും ഒരു സമ്മാന കൂപ്പൺ എടുത്തിരുന്നെങ്കിൽ ആ നമ്പർ അവർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് എൻ്റെ കൂടെ വന്ന എൻ്റെ അനിയനോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് വിവിക്കോ ആർക്കും അടിക്കുമായിരുന്നു. അവരാരും സമ്മാന കൂപ്പൺ എടുത്തിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കല്ലല്ലോ ഭാഗ്യമില്ലാതെ ഇരുന്നത്, ഇവർക്കല്ലേ എന്നാണ് ഞാൻ സമാധാനിച്ചത്. ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും ഹാപ്പിയായി.
വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.